ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലത്തെ ഇതാണ് നോക്കുന്നത്. രാവിലെ കുളി കഴിഞ്ഞിട്ട് ഏട്ടനാണ് കേട്ടോ വിളക്ക് വയ്ക്കുക. അപ്പോൾ അവിടെ തൊഴുകയാണ്, അത് ഭസ്മൊക്കെ തൊഴുകയാണ്. ഇനി നമുക്ക് നേരെ അടുക്കളയിലത്തെ പണികളാണ് നോക്കാൻ പോകുന്നത്. ഏട്ടന് രാവിലെ ചോറ് കൊണ്ടുപോകണം, മോനും കൊണ്ടുപോകണം. മോനിപ്പോൾ എക്സാം ആയ കാരണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകിയിട്ട് അരി ഇടുന്നത് കാണിക്കാം. അരി ഇടാണ്. അതിൽ നിന്ന് വെള്ളം ചുക്കുവെള്ളത്തിന് മുക്കി വയ്ക്കുകയാണ്. ആദ്യം ചുക്കുവെള്ളത്തിന് കുറച്ച് മുക്കിയിട്ട് പിന്നെ ബാക്കിയിലാണ് അരി കഴുകിയിടുക. അരി കഴുകിയിടുകയാണ്. ഞങ്ങൾ അത്യാവശ്യം ആളുണ്ട്, അത് കാരണം കുറച്ച് തോനെ വയ്ക്കണം ചോറ്. 2 നേരത്തേക്ക് ബാക്കിയുണ്ടെങ്കിൽ രാത്രിയിൽ കൊടുക്കും കേട്ടോ. പിന്നെ കായും കൂർക്കയാണ് ഉപ്പേരിക്ക്. അത് തലേ ദിവസം കഴുകി നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. മിക്കുകയാണ് ചെയ്യുക. രാവിലെ ഒന്ന് എളുപ്പമാണല്ലോ പണി. അപ്പോൾ കായും കൂർക്കയും കൂടിയിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. എന്നിട്ട് കടുകും മുളകും കറിവേപ്പിലയും കൂടി താളിച്ചിടാണ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കുക്കറിൽ വെച്ചു. എന്താ ചോറ് അപ്പോഴേക്കും തിളയ്ക്കാൻ ആയിട്ടില്ല, തിളച്ച് വരുന്നേ ഉള്ളൂ. അത് അടച്ച് വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് അടുത്തത് മോര് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. മോര് കൂട്ടാനുള്ള കുമ്പളങ്ങ രാവിലെ, പിന്നെ കഷ്ണം രാവിലെയാണ് നുറുക്കുക. കൂട്ടാനിലുള്ളത് ഉപ്പേരിക്ക് മാത്രമേ തലേദിവസം നുറുക്കി വയ്ക്കുള്ളൂ കേട്ടോ. ഇത് കൂർക്കയും കായാണ്. അത് കുക്കറിൽ ഇരുന്നിട്ട് വേവുണ്ട്. ഇത് ചോറ് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ആൺകുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആളെ തന്നെ എടുത്തിട്ട്, അവളെ ഇടയ്ക്ക് നല്ല സ്വഭാവമാണ്, ഇടയ്ക്ക് ഭയങ്കര വാശിക്കാരിയാണ്. മോനാണ് ഇത്, എൻ്റെ മൂത്ത മോനാണ്. മോര് കൂട്ടാനിലേക്കുള്ള അരപ്പ് റെഡിയാക്കാണ് കേട്ടോ. ഏട്ടന് ചോറാക്കി, ചോറും അച്ചാറും പിന്നെ ഉപ്പേരി ആക്കിയിട്ടുണ്ട്. പുളിയിഞ്ചി, മോര് കൂട്ടാൻ ആക്കി. അപ്പോഴേക്കും ആമിക്കുട്ടീനെ എടുക്കുമോ. ഇനി ഇത് ആമിക്കുട്ടീനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി. ഏട്ടൻ്റെ ചോറ് കെട്ടി പാത്രത്തിലാക്കി വെച്ചു, കവറിലാക്കിയിട്ടോ. ഇത് വെള്ളം കുപ്പിയോളാണ് കുട്ടിക്കും ഏട്ടനുള്ളതാണ്. ഏട്ടൻ്റെ ചോറ് പാത്രത്തിലാക്കി. മോനാണ്, അവൻ സ്കൂളിൽ പോകാൻ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുക. മോളാകെ കഴിക്കാൻ കൊടുത്താകെ പരത്തിയിരിക്കുകയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ട്, ഇതവൻ പഠിക്കുകയാണ്, അവന് പരീക്ഷയാണ് കേട്ടോ.